ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഉദ്വേഗഭരിതമായ ഒരു ചിത്രം, നമ്മൾ വിചാരിക്കാത്ത വേറൊരു എൻഡിങ് ആണ്. രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല എന്താ പറയുക, തുടക്കം തൊട്ട് അവസാനം വരെ നമ്മളിങ്ങനെ എൻഗേജിങ് ആയിട്ട് ഇരിക്കുന്നൊരു പടം. എന്തായാലും ഷൈനിൻ്റെ ഒരു തിരിച്ചുവരവ് എന്ന് പറയാം, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഈ പടം അടിച്ച് കയറിയാണ്. ഏതായാലും പബ്ലിസിറ്റി പടം കയറും ഉറപ്പാണ്. അടിപൊളി ക്ലൈമാക്സ് സൂപ്പറായിട്ടുണ്ട്. ഒരു ദൃശ്യത്തിൻ്റെ ഒക്കെ ഒരു ലെവൽ ക്ലൈമാക്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഉഗ്രം പടം, കിടിലം പടം. അതിന് പറഞ്ഞില്ല, അത്ര നമുക്കൊരു ക്ലൈമാക്സ് തോന്നും. നല്ല ക്ലൈമാക്സ്, ഉഗ്ര ക്ലൈമാക്സ്. ഷൈനിക കിടിലനായിട്ടുണ്ട്. ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു കിടിലം കഥ. അടിപൊളി ക്ലൈമാക്സ്, ഒന്നും പറയാനില്ല. എല്ലാവരും ഷൈനകന്ന് പെർഫോമൻസ് എല്ലാവരുടെയും നന്നായിരുന്നു. പിന്നെ അവസാനമായപ്പോഴും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലേ അല്ലായിരുന്നല്ലോ അതിൻ്റെ ഒരു അവസാനം. പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നതെന്നുള്ളത് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ട്വിസ്റ്റായിരുന്നു. അതെ, ത്രില്ലറായിരുന്നു. ക്ലൈമാക്സ് വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ്. മസ്റ്റായിട്ട് തിയേറ്ററിൽ കാണേണ്ട പടം തന്നെയാണ്. കൊള്ളാം, അടിപൊളി അഭിനയം. തീർച്ചയായിട്ടും ക്രൈമറിൽ തന്നെയാണ്. ക്ലൈമാക്സ് നമ്മൾ തീർത്തും പ്രതീക്ഷിക്കത്തില്ല. പിന്നെ ഫുൾ എൻഗേജിങ് ആയിട്ടിരിക്കും, നമ്മൾ ബോറടിപ്പിക്കത്തില്ല. ഫുൾ എൻഗേജിങ് ആയിട്ടിരിക്കുന്നുണ്ട്. നല്ല പടം. പടം ഗംഭീര പടമാണ്. സൂപ്പർ ഹിറ്റാകാൻ പോകുന്ന പടമാണ്. അവസാനം വരെ സസ്പെൻസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഷൈനികം അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. വലിയൊരു ചേഞ്ച് ആയിരിക്കും അദ്ദേഹത്തിന്. നല്ല സിനിമ, അത് നല്ല എക്സ്പീരിയൻസ് ആണ്. തിയേറ്റർ നല്ല എക്സ്പീരിയൻസ്, നല്ല ടെക്നിക്കലി സൂപ്പർബാണ്. നല്ല സിനിമ. മാർട്ടിൻ നമ്മൾ ലെവൽ ക്രോസ് ഷൂട്ട് ചെയ്തപ്പം ഹി വാസ് ആൻ അസിസ്റ്റന്റ് ഡയറക്ടർ. സോ മാർട്ടിൻ ഇങ്ങനെ ഒരു പടം ഗംഭീരമായിട്ട്, അതെ ആ ഒരു സെയിം കൈൻഡ് ഓഫ് ഫിലിം. വെരി ഹാപ്പി ഫോർ ഹിം ആൻഡ് ഫോർ ദ എൻറ്റയർ ടീം. ഓക്കെ, അടിപൊളി ആസ് യൂഷ്വൽ. ഈസ് എ ഗ്രേറ്റ് ആക്ടർ. സോ ഉഗ്രൻ, ഞാൻ പ്രതീക്ഷിച്ചില്ല. ഉഗ്രൻ ടിസ്റ്റായിരുന്നു. ഫൈറ്റ് കൊള്ളാം, പക്ഷേ ഫൈറ്റിനപ്പുറം ട്വിസ്റ്റ് നല്ല ഉഗ്രൻ ടിസ്റ്റ്. നമ്മൾ ജിത്തു ജോസഫ് സാറിൻ്റെ പടങ്ങളൊക്കെ നമ്മൾ കാണുന്ന ഒരു ട്വിസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ നല്ല രീതിയിൽ തന്നെ നമ്മളെ ചിന്തിക്കുന്നതിനപ്പുറം പോയിട്ടുണ്ട്. അത്യാവശ്യം കിളി പുറത്താം, ഒന്ന് പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ അല്ലാതെ ഒന്ന് കണ്ടു നോക്കണം, നല്ല ഉഗ്രനായിട്ട് വരും. മേക്കിംഗ് ലെവലൊക്കെ കൊള്ളാവുന്ന രീതിയിൽ തന്നെയാണ്. മെയിനായിട്ട് ഒരു സെക്കൻഡ് ഹാഫൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു വേറൊരു ലെവലിലേക്ക് പോകുന്നുണ്ട് പടം. നല്ലൊരു ചിത്രം തീർച്ചയായിട്ടും. ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ക്ലൈമാക്സാണ്. അത് വളരെ ബ്രില്യൻ്റാണ്. അത് തീർച്ചയായിട്ടും മലയാള സിനിമയിലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ക്ലൈമാക്സ് തന്നെയായിരുന്നു. അഭിനയിച്ചിരിക്കുന്ന ഷൈനിക ആയാലും പിന്നെ നന്ദനുണ്ണി ആയാലും ദിനേശ് ചേട്ടനായാലും കോട്ടയം രമേശ് ആയാലും നമ്മുടെ ശോഭിത്തിലേൻ ചേട്ടനായാലും എല്ലാവരും, ഒരുപാട് ആർട്ടിസ്റ്റ്, നായികമാർ, അതായത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ സ്റ്റോറി തന്നെയാണ്. അതേപോലെ ഡയറക്ഷൻ, ക്യാമറ വർക്ക്, പിന്നെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം അടിപൊളിയാണ്. സൂപ്പർ പടം കാണുക, സിനിമ വന്ന് തിയേറ്ററിൽ വന്ന് കാണുക. ഞാനിപ്പോൾ ഡബിങ്ങിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. കാരണം നിങ്ങളാണ് നമ്മുടെ ശക്തി. നിങ്ങളെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു നല്ല സിനിമയെ വിജയിപ്പിക്കുന്നത് പ്രേക്ഷകരാണല്ലോ. തീർച്ചയായിട്ടും അതിനു വേണ്ടിയുള്ള അതിൽ കാത്തിരിക്കുകയാണ് ഞങ്ങൾ. ആദ്യത്തെ അല്ല, എനിക്കോട് മൂന്നാമത്തെയാന്ന് തോന്നുന്നു. പക്ഷേ പോലീസ് ക്യാരക്ടർ അദ്ദേഹം ചെയ്തപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ഫീൽ ചെയ്തതാണ്. വളരെ നന്നായിട്ട് അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടറിനെ വളരെ നല്ല രീതിയിൽ പുള്ളി കൺസീവ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രേക്ഷകരോട് കണ്ടപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രേക്ഷകരെ ഹാപ്പിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി ഇനി ഓഡിയൻസ് കണ്ടിട്ടാണ് ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയേണ്ടത്. നിങ്ങളെ ആരെങ്കിലും കണ്ട പടം കണ്ടു ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ സർപ്രൈസ് കൂടുതൽ ഓഡിയൻസിന് കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ പ്രൊഡക്ഷനിൽ ഒരു പോലീസ് ക്യാരക്ടർ ചെയ്യാൻ പറ്റിയാൽ എനിക്ക് നല്ല സന്തോഷം. നന്നായി ചെയ്യാൻ പറ്റിയെന്നാണ് വിചാരിക്കുന്നത്. പറയാം, എന്താണ് ഇനി അടുത്ത ചോദ്യം? സാധാരണ പോലീസ് സിനിമകളിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാകുന്ന ഒരു സൂചന? അങ്ങനെ നമ്മളിപ്പോൾ ഈ പടം കണ്ടിട്ട് ഇത് ഭയങ്കര ഇതുവരെ ആരും പറയാത്ത കഥ വ്യത്യസ്തമാണ് അങ്ങനെയൊക്കെ പറഞ്ഞേക്കാൾ നല്ലത് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വൺ ഓഫ് ദ പോലീസ് സ്റ്റോറി, സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് ആളുകൾക്ക് തോന്നിയാൽ നമുക്ക് സന്തോഷം എന്നല്ലാതെ എന്ന് പറയുന്നത്. നമ്മുടെ പോലീസ് നായക നിരയിലേക്ക് ഇപ്പോൾ ഷൈൻ നിഗവും കൂടി. അതെ, അതൊരു പറയേണ്ട കാര്യമാണ്. ഷെയ്ൻ ഒരു പോലീസ് വേഷം വളരെ മികച്ചതായിട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഷെയ്ൻ ഇതിനു മുമ്പ് 1-2 സിനിമകളിൽ പോലീസായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ത്രൂ ഔട്ട് ഒരു മുഴുനീള പോലീസ് ക്യാരക്ടർ, അതും ഇത്രയും ചേഞ്ച് ഓവറുകളൊക്കെ ഉള്ളൊരു ക്യാരക്ടർ ഷെയ്ൻ ഗംഭീരമായിട്ട് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ബാക്കി ഇനി പറഞ്ഞ പോലെ ഓഡിയൻസ് ഇന്ന് പടം റിലീസായിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ടാണ് കൂടുതൽ അഭിപ്രായങ്ങൾ പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇതിൽ കണ്ട് മനസ്സിലായി, കൂടുതൽ പറഞ്ഞാൽ സ്പോയിലറായി പോകും. അപ്പോൾ
ഒന്ന് നമ്മളുടെ ഈ ടീമിലേക്ക് നമ്മളെ വിളിക്കുന്നത് തന്നെ ഞങ്ങൾ എല്ലാവരും മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ടീം തന്നെയാണ്. അപ്പോൾ അവർ നമ്മളെ വിളിച്ചു എന്നുള്ളതിലാണ് മെയിൻ കാര്യം. പിന്നെ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതിനേക്കാളും കുറച്ചുകൂടി ത്രൂ ഔട്ട് ഉണ്ട്. പിന്നെ പോലീസ് വേഷം ആണെങ്കിലും കുറച്ചുകൂടി മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പോലീസായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് എടുക്കാൻ കാരണം. അടിപൊളിയായിരുന്നു. ഞങ്ങളത് ഷോട്ട് ബൈ ഷോട്ട് നമ്മൾ കൂടെ അഭിനയിക്കുമ്പോഴാണേലും ഞങ്ങളൊന്ന് പറയുമായിരുന്നു നന്നായി ചെയ്തിട്ടുണ്ട് ഷൈൻ എന്നുള്ള അതിൻ്റെ കാണാനുണ്ട്. പോലീസുകാരിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയുണ്ട്? അപ്പോൾ അവർ പോലീസുകാരുടെ ഒക്കെ ഒരു ഇത് നല്ല രസമുണ്ട്. കൃഷ്ണപ്രഭ ത്രൂ ഔട്ട് ഒരു ക്യാരക്ടറാണ്, അതും പോലീസ് ക്യാരക്ടറാണ്. അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ബിഗ് സ്ക്രീനിൽ കണ്ടതിന് ശേഷം എന്താണ് തോന്നുന്നത്? കുഴപ്പമില്ല, നന്നായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് സ്വയം ആദ്യം ഒരു വിലയിരുത്തലുണ്ടല്ലോ, കണ്ടിട്ട് കുഴപ്പമില്ല നല്ല പറഞ്ഞു കൊടുക്കാൻ തോന്നുന്നു. പിന്നെ ഞാനല്ലല്ലോ പറയുന്നത്, നിങ്ങളല്ലേ പറയുന്നത്. എന്താണ് പറഞ്ഞത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ലാസ്റ്റത്തെ ഫൈറ്റൊക്കെ നല്ല ത്രില്ലിംഗ് ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പ്രൊഡക്ഷൻ ആൻഡ് E4 കൂടെ പ്രൊഡക്ഷൻ്റെ രണ്ടുപേരും കൂടെ ചേർന്ന് പ്രൊഡക്ഷൻ ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ അതിനൊരു നല്ല കഥാപാത്രം ചെയ്യാൻ പറ്റിയില്ല, ഒരുപാട് സന്തോഷം. എങ്കിലും എങ്ങനെയുണ്ടായിരുന്നു ഇപ്പോൾ ഓവറോൾ സിനിമയെ പറ്റി? എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ത്രില്ലർ സിനിമയാണ്. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. നല്ല കഥാപാത്രമാണ്, നന്നായി ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇനി ഇപ്പോൾ ആദ്യത്തെ ഷോ കഴിഞ്ഞല്ലേ ഉള്ളൂ. എല്ലാവരും ഇനി അടുത്ത ഷോയ്ക്കായിരിക്കും കൂടുതൽ ആളുകൾ വന്നത്. എല്ലാവരും നല്ല സിനിമ ഇപ്പോൾ കണ്ടപ്പോൾ എങ്ങനെയാണ്? നന്നായി വന്നിട്ടുണ്ട് മേഡം. ഞാനും ഭയങ്കര ഹാപ്പിയാണ്. നല്ലൊരു കഥാപാത്രം ത്രൂ ഔട്ട് ചെയ്യാൻ പറ്റി. ഒരുപാട് സന്തോഷം.